നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അരവിന്ദിന്റെ മക്കളുടെയും കഥയൊക്കെ ഞാൻ ഇന്നു മുതൽ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവര് കയറി കാണാൻ ശ്രമിക്കുകയും കഥ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് സരയു കിരണിനോടൊപ്പം പോകുന്നത്. കാരണം തനിക്കിവന് ഒരു കാലത്തും നഷ്ടപ്പെട്ടു. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കരുത്, തനിക്കിവനെ വേണം എന്നൊരു ചിന്ത കുറെ കാലത്തിന് ശേഷം സരുവിന്റെ മനസ്സിലേക്ക് വീണ്ടും കിരൺ അങ്ങനെ വരുവാണ്. ആ സമയത്ത് കിരൺ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കിരണിന്റെ മനസ്സിൽ ഒരുപക്ഷെ സരുവിന് തന്നോട് ദേഷ്യമായിരിക്കും എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ ടൗണിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ചോദിച്ചു, അല്ല നിനക്ക് ടൗണിൽ വരണമെന്ന് പറഞ്ഞ് എന്തിനാന്ന് ചോദിച്ചു. അത് എനിക്ക് കല്ലുമോൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് പറയാം, എങ്കിൽ വാ ഞാനും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കിരണിനെ കൂട്ടിക്കൊണ്ട് സരു ഇറങ്ങുന്നേ. ആ സമയത്ത് സരുവിന്റെ മനസ്സിലെ ആഗ്രഹം അത് തന്നെയായിരുന്നു, കിരണിനെ കൊണ്ട് കടയിലൊക്കെ കയറണം എന്നുള്ളതായിരുന്നു. പിന്നീട് കടയിൽ കയറി കൺമണി മോൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യണം. ആ സമയം കിരൺ ഓരോന്നൊക്കെ എടുത്ത് സരുവിനെ കാണിക്കണം, എങ്ങനെയുണ്ട് ഇത് നോക്കാനൊക്കെ പറഞ്ഞിട്ട്. ആ സമയം സരുവിന് സന്തോഷം. എത്ര ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് തൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഇവൻ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നു. ഒരു പക്ഷേങ്കിൽ കല്യാണി തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരുമിച്ച് തങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചേനം. അവളാണ് എല്ലാത്തിനും കാരണം എന്നൊരു ചിന്തയായിരുന്നു. ഈ സമയം കിരൺ സരുവിനോട് ചോദിച്ചു, അല്ല സരു നിനക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിലും കിരണിന്റെ സെലക്ഷൻ എപ്പോഴും നല്ലതല്ലേ, മോശമാവാറില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അത് ശരിയാ, എന്റെ ഭാര്യയുടെ കാര്യത്തിലും അങ്ങനെയാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സരുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. പിന്നീട് കിരൺ പറഞ്ഞു, ഈ ഉടുപ്പ് എടുത്തോളാൻ പറഞ്ഞു. അതിനുശേഷം 2-3 കൂടെ സെലക്ട് ചെയ്യുമ്പോൾ സരു പറഞ്ഞു, മതി കിരണേ, ഇത് മതി എന്ന് പറയണേ. അത് പോരാ, എന്നാണെങ്കിലും കൺമണി മോൾക്ക് ഞാനാ ഈ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത്, നീ പൈസ ഒന്നും കൊടുക്കണ്ട, ക്യാഷ് ഞാൻ അടച്ചോളാം, എന്റെ വകയായിട്ട് ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തോളാന്ന് പറഞ്ഞു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ സരുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടും സന്തോഷമൊക്കെ തോന്നുകയും ചെയ്തു. തനിക്ക് നഷ്ടപ്പെട്ടല്ലോ കിരണിനെ എന്നൊരു കുറ്റബോധമായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സരയു പറഞ്ഞു, അല്ല കിരണൻ ധൃതിയില്ലെങ്കിൽ നമുക്കൊരു കോഫി കുടിച്ചിട്ട് പോയാലോ എന്ന് ചോദിച്ചു. കിരൺ പറഞ്ഞു, അതിനെന്താ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കോഫി ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ സരുവിന്റെ മനസ്സിൽ സന്തോഷം ആവട്ടെ എന്ന് കരുതിയിട്ടാ കിരൺ അങ്ങനെയൊക്കെ ചെയ്യുന്നേ. പക്ഷെങ്കിൽ കിരൺ അറിയില്ലല്ലോ സരുവിന്റെ മനസ്സിൽ എന്താ ചിന്താഗതി എന്നുള്ള കാര്യം. തന്നെ സ്വന്തമാക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നതൊക്കെ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സരേനെ വീട്ടിൽ കൊണ്ടേ ആക്കിയിട്ടാണ് കിരണും പോകുന്നത്. ഈ സമയത്തൊക്കെ താരയ്ക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം താരയുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ വന്നു. സരുവിനെ കുറിച്ച് നന്നായിട്ടറിയാം, തൻ്റെ മോളൊക്കെയാണ് കാര്യം പറഞ്ഞ. പക്ഷെ അവൾ ഇപ്പൊ പറയുന്ന ചില വാക്കുകളൊക്കെ കല്യാണിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറയണേ. അതത്ര ശരിയല്ല എന്നുള്ള കാര്യം താരയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സരു അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും താര ചോദിച്ചു, അല്ല മോളെ ഇത് കുറെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം വാങ്ങി തന്ന കിരണാന്ന് പറയണം. കിരണോ? അതെ, ഞാനും കിരണും കൂടെ കടയിൽ കയറി സെലക്ട് ചെയ്താന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ താരയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. പിന്നീട് സരയ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഞാനും കിരണും ഒന്നിച്ച് ജീവിക്കേണ്ടതാ, അവന്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ട ഞാൻ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇടയ്ക്ക് ആ കല്യാണി കയറിയതുകൊണ്ടാ എല്ലാത്തിനും കാരണക്കാരി ആ കല്യാണിയാണ്. കല്യാണി പറഞ്ഞിട്ടുണ്ട് കിരൺ എന്തോ അനുസരിക്കും. അതുകൊണ്ടാണല്ലോ മനോഹരനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൺമണി മോളെയും കൊണ്ട് പോയത്. ശരിക്കും അത് കിരണിന്റെ ആഗ്രഹമൊന്നും ആയിരുന്നില്ല. കല്യാണി പറഞ്ഞിട്ടുണ്ട് അനുസരിക്കും, കല്യാണി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോഴേക്കും താര പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത് മോളെ, കല്യാണി മോള് പാവമെന്ന് പറയണം. ഒരു പാവം വന്നിരിക്കുന്നു, ഞാനൊന്നും പറയണില്ല, എന്റെ ജീവിതം നശിപ്പിച്ച അവളാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാനും കിരണ സന്തോഷത്തോടെ കഴിയേണ്ടതല്ലേ. ആ സമയത്ത് അതിന്റെ ഇടയ്ക്കിലേക്ക് അവള് വന്ന് കയറിയത് എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ താരയ്ക്ക് ടെൻഷനായി. എന്തായിരിക്കും ഇവള് തീരുമാനിക്കുന്നേ? വല്ലാത്തൊരു ബുദ്ധിമുട്ട് താരയുടെ മനസ്സിലുണ്ടായി. ആ സമയത്ത് ഗംഗാപ്രസാദ് ഭയങ്കര സന്തോഷത്തിലാ. കാർത്തികയുടെ കല്യാണം മുടങ്ങിയല്ലോ, ഇനി ഇപ്പൊ പേടിക്കണ്ട, പെട്ടെന്നൊന്നും അവളുടെ കല്യാണം നടക്കാൻ പോകുന്നില്ല. ആ സമയത്ത് കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഇനിയിപ്പം വീട്ടുകാരെങ്ങാനും വേറെ കല്യാണം നടത്തുവോ? എവിടെന്ന്? ജീവന് ഭയമുള്ള ആരെങ്കിലും വരുവോടാ? ഇപ്പൊ തന്നെ എല്ലാവർക്കും അറിയാലോ അവളെ കെട്ടാൻ പോയിട്ടുണ്ട് അവസ്ഥ എന്താന്ന്. കാർത്തിയെ കല്യാണം കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തമ ഉദാഹരണമാണല്ലോ ആ പറയുന്ന ദിലീപിന്റെ അച്ഛന്റെ മരണം. അതോടുകൂടി എല്ലാവരും ഒരു പാഠം പഠിച്ചു. അല്ല, ദിലീപും പഠിച്ചു. കാരണം സ്വന്തം അച്ഛനെ കുരുതി കൊടുക്കേണ്ടി വന്നു സത്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട്. അവനോട് ഞാൻ ആദ്യമേ പറഞ്ഞ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാനായിട്ട്. പക്ഷെ അതവൻ കേട്ടില്ല. സ്വന്തം അച്ഛനെ മരണം കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവന് കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ തോന്നിയത്. ആദ്യമേ അതവൻ ചെയ്യുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, അത് ശരിയാ, അവന്റെ വിധി, അല്ലാതെ എന്ത് പറയാനായിട്ടാ. അപ്പോഴേക്കും ഗംഗാപ്രസാദ് പറഞ്ഞു, ഇനിയിപ്പം അവളുടെ കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ല പെട്ടെന്നൊന്നും. പക്ഷെ
നമ്മളങ്ങനെ പതുങ്ങിയിരുന്നിട്ട് കാര്യമില്ല. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അവളെ അവളുടെ തള്ളേനെ തീർത്തിട്ട് വേണം എനിക്ക് എൻ്റെ കടമ്പയിലേക്ക് കിടക്കാനെന്ന് പറഞ്ഞു. ഇത് കേട്ടതും കൂട്ടുകാരൻ പറഞ്ഞു അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഒരു വശത്തെ കിരണ മറുവശത്തെ പോലീസുകാർ നമ്മളെ അന്വേഷിച്ച് നടക്കുക. അതൊക്കെ എനിക്കറിയാടാ. അതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാനും മുന്നോട്ട് പോകുന്നേ. പക്ഷേങ്കിൽ എനിക്ക് എൻ്റെതായ കടമ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ സ്റ്റെഫി അവൾ പുറത്തിറങ്ങണം എത്രയും പെട്ടെന്ന് പറഞ്ഞു. അത്ര പെട്ടെന്ന് അവൾ പുറത്തിറങ്ങും തോന്നില്ലടാ. അറിയാലോ അവൾക്ക് ഇനിയും ദിവസങ്ങളുണ്ടെന്ന് പറയാം. സാരമില്ല, അവൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. എനിക്ക് വേണ്ടിയിട്ട് അവൾ ജയിലിൽ പോയിരിക്കുന്നേ. എൻ്റെ പെണ്ണ അവള്. അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. അതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ഉള്ളെന്നൊക്കെ പറയണം. ഈ സമയത്ത് കാർത്തിയെ ദിലീപ് വിളിച്ചു. അങ്ങനെ അസ്ഥി ഒഴിക്കുക കാര്യങ്ങൾ കർമ്മങ്ങൾ കഴിഞ്ഞ് കാര്യമൊക്കെ പറയണം. പിന്നീട് കാർത്തിയോട് സംസാരിക്കുകയാണ്. ഇനിയിപ്പം വേറൊന്നും നോക്കാനില്ല. കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. ആർഭാടമായിട്ടൊന്നും വേണ്ട, ചെറിയ തോതിൽ കല്യാണം മതി എന്ന് പറഞ്ഞു. കാർത്തി പറഞ്ഞു അല്ലെങ്കിലും ആർഭാടമായിട്ട് നടത്തുന്നതിനോട് എനിക്കും താല്പര്യമില്ല ദിലീപേട്ട. ഒരു താലി കിട്ടിയാൽ മാത്രം മതി. ദിലീപേന്റെ അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ. ദിലീപേന്റെ അച്ഛന് ആത്മശാന്തി കിട്ടണമെങ്കിൽ എന്റെ കഴുത്തിൽ താലി ആർത്തണം എന്നല്ലേ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഒരു താലി ആർത്തിയാൽ മാത്രം മതി. അത് കേട്ടപ്പോൾ ദിലീപ് പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട. നിനക്ക് പേടിയുണ്ടെന്നൊക്കെ ചോദിച്ചു. പേടി എൻ്റെ കാര്യത്തിൽ എനിക്കില്ല. എനിക്ക് ദിലീപേന്റെ കാര്യത്തിൽ മാത്രമേ പേടിയുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് കാർത്തിക നേരെ ലക്ഷ്മിയുടെ അടുത്തേക്ക് എല്ലുവാണ്. ലക്ഷ്മിയോട് കാര്യങ്ങളൊക്കെ പറയണം. പിന്നീട് പറഞ്ഞു ദിലീപേട്ടൻ പറഞ്ഞ അഭിപ്രായത്തോട് ഞാനേ യോജിക്കുന്നത്. ഒരു കാരണവശാലും ആർഭാടമായിട്ടൊരു കല്യാണം വേണ്ട. അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇത്ര ദിവസമായുള്ളൂ. ഇനിയിപ്പം നമ്മൾ ആഘോഷങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ആ ഗംഗാപ്രസാദ് മരിച്ചതിന് ശേഷം മാത്രമായിരിക്കണം. അവൻ്റെ പൊക്ക കണ്ടാലേ സമാധാനമുള്ളൂ. അവൻ മരിച്ചാൽ മാത്രമേ സന്തോഷത്തോടെ നമുക്ക് ഒരാഘോഷം വെക്കാൻ പറ്റുള്ളൂ. അത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു മോള് പേടിക്കൊന്നും വേണ്ട. ദിലീപ് നിന്റെ കൂടെ ഉണ്ടല്ലോ. പോരാത്തിന് കിരണും കല്യാണി എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കും മോളെ. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക. നിന്റെ കഴുത്തിൽ അവൻ താലി ആർത്താന്ന് പറഞ്ഞു തന്നെ ഒരു ഭാഗ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ നിന്ന് പ്രകാശം വീട്ടിലേക്ക് വരുവാണ്. അപ്പം രതീഷാണ് കൂട്ടിക്കൊണ്ട് വരുന്നത്. പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പോൾ കാർത്തിക്കും കല്യാണിക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി. പ്രകാശനെ കണ്ട ഇപ്പോൾ ഓടിച്ചെന്ന് ചോദിച്ചു. കല്യാണി ചോദിച്ചു എങ്ങനെയുണ്ടാച്ചാ ഭേദമായിന്ന് ചോദിച്ചോ. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല മോളെ, ഞാൻ ഓക്കെ ആയെന്ന് പറയണം. അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു അച്ഛന് ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം പോലും ഇവിടെ ഞങ്ങളോട് ആരും പറഞ്ഞില്ല. അത് സാരമില്ല മോളെ. എനിക്കിപ്പോഴും ഒരു സന്തോഷമായത് രതീഷനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കല്യാണം മുടങ്ങിയിട്ടില്ലാന്ന്. എന്നാലും ദിലീപിന്റെ അച്ഛൻ മരിച്ചു പോയല്ലോ, അതോർത്ത് വിഷമമുണ്ട്. അവനൊന്നും ചെയ്യാൻ പറ്റിയില്ലോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അച്ഛൻ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. കാർത്തിയേച്ചിയുടെ കല്യാണം ഉടനെ നടക്കും. ദിലീപേട്ടൻ കാർത്തിയേച്ചിയുടെ കഴുത്തിൽ താലി ആർത്ത തന്നെ ചെയ്യും. ഇത് കേട്ട് പ്രകാശം പറഞ്ഞു അവനെൻ്റെ ആൺകുട്ടിയാന്ന് തെളിയിച്ചു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഹോസ്പിറ്റലിൽ ICU കിടക്കുന്ന സമയത്തും എൻ്റെ മോളുടെ വിവാഹം മുടങ്ങിയല്ലോ എന്ന് ഓർത്തായിരുന്നു ഞാൻ സങ്കടപ്പെട്ടെ. പക്ഷെ ഇപ്പം എനിക്ക് സമാധാനമായി. എന്താണെങ്കിലും എൻ്റെ മോളുടെ വിവാഹം മുടങ്ങിയില്ലോ. അവനിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അടിയാ മോളേത് നിങ്ങൾ തമ്മിലുള്ള കല്യാണം. അവൻ വരും. കല്യാണം ആണെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും. അല്ലെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും വരും. അവനെ വെറുതെ വിടലെന്ന് പറയണം. കാർത്തിക പറഞ്ഞു അതിന് വേണ്ടിയിട്ട് അച്ഛാ ഞങ്ങളും കാത്തിരിക്കുന്നേ. അവൻ വരണം. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും മാളത്തിൽ ഒളിച്ചിരിക്കാൻ പറ്റില്ല. എങ്ങനെ എന്നെ തീർക്കാനായിട്ട് അവൻ വരുമെന്ന് പറയാം. ആ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കണേന്ന് പറഞ്ഞു. പ്രകാശം വന്നു കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ വീണ്ടും എല്ലാവർക്കും ഒരു ചെറിയ സന്തോഷമൊക്കെ തോന്നി. പ്രകാശനും കൂടെ വന്നല്ലോ ഹോസ്പിറ്റലിൽ നിന്ന്. പ്രകാശനും ഹോസ്പിറ്റലായതുകൊണ്ട് എല്ലാവർക്കും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കിരൺ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കല്യാണിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം സരയുവിനെ കുറിച്ച്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു അവളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു സന്തോഷമായി കാണുമല്ലേ. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടേ കൺമണി മോളെ കാണിച്ചതിൻ്റെ ദേഷ്യത്തിലായിരുന്നല്ലോ അവള്. ഇപ്പം അവൾക്ക് ആ ദേഷ്യമൊന്നുമില്ല. അവൾ എന്നോട് തുറന്നു പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് എന്താണെങ്കിലും അവളെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യമില്ല. അവളെ ദേഷ്യം പിടിപ്പിക്കേണ്ട കാര്യമില്ല. കൺമണി മോളെ കൊണ്ടേ മനോഹരനെ കാണിക്കൊന്നും വേണ്ട. അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അവൻ ഇന്നല്ലെങ്കിൽ നാളെ ജയിലിലേക്ക് തിരികെ പോകും. പിന്നെ മോളെ നോക്കേണ്ട അവള് തന്നെയല്ലേ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ റിസ്ക് എടുക്കണേന്നൊക്കെ പറഞ്ഞു. കല്യാണി അത് ശരിവെക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.